മുൻമന്ത്രി കെ ബാബുവിന്റെ പി എ നന്ദകുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ. ബാബുവിന്റെ ബിനാമി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തായി. അതേസമയം ബാബുവിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും മറ്റും ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി സമീർ വാഴങ്കോട് ചേരുന്നു. സമീർ, പറയൂ. സുരാജ്, കഴിഞ്ഞ ദിവസമാണ് കെ ബാബുവിന്റെ ബിനാമികളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തുകയും ഏതാനും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 100 കോടിയോളം രൂപ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ബാബുവിനെതിരെയും ബാബുവിന്റെ ബിനാമികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മോഹനനും അതോടൊപ്പം തന്നെ ബാബുറാമിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 6 ഇടങ്ങളിലായി റെയ്ഡ് നടത്തിയത്. ഇതിനകത്താണ് 8 ലക്ഷം രൂപയും ഏതാനും നിർണായകമായിട്ടുള്ള രേഖകളും സ്വർണ്ണാഭരണങ്ങളും വിജിലൻസ് പിടിച്ചെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ 9:30 മുതലാണ് കെ ബാബുവിന്റെ പി എ നന്ദകുമാറിനെ എറണാകുളത്തെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും തുടരുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നു. വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ഈ നന്ദകുമാറിന് അറിയും എന്ന് തന്നെയാണ് വിജിലൻസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്ന നന്ദകുമാർ സമീപകാലത്തുണ്ടാക്കിയുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുള്ള ധനകാര്യ സ്ഥാപനം. ഇവിടെയും കഴിഞ്ഞ ദിവസം വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ നിന്നും നിരവധി രേഖകൾ വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുള്ള സാമ്പത്തിക ഉറവിടം എന്താണ് എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന നന്ദകുമാർ കെ ബാബു മന്ത്രി ആയതിനു ശേഷം ഉണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക വളർച്ച. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നുള്ളത് സംബന്ധിച്ചാണ് ഒരു കൃത്യത വിജിലൻസിന് ലഭ്യമാവേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ 9:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിരവധി രേഖകളും അതോടൊപ്പം തന്നെ മറ്റ് വസ്തുക്കളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തിരുന്നു. ഇതെല്ലാം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം വിശദമായ പരിശോധന ആവശ്യമായ വസ്തുക്കളെല്ലാം തന്നെ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിക്കൊണ്ട് അപേക്ഷ നൽകുകയും അവ തിരിച്ചു വാങ്ങുകയും ചെയ്യും. അതിൽ വിശദമായിട്ടുള്ള പരിശോധനകളും ഉണ്ടാവും. പ്രധാനമായും ബാബുവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതോടൊപ്പം ബാബുവിൻ്റെ ബന്ധുക്കളുടെയും ബിനാമികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള മോഹനൻ്റെയും ബാബുറാമിൻ്റെയും ഇടപാടുകൾ സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ 7 അക്കൗണ്ടുകൾ കഴിഞ്ഞ ശനിയാഴ്ച റദ്ദാക്കണം, അത് മരവിപ്പിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ബാങ്ക് അധികൃതർക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. അതിന് പിറകെയാണ് മറ്റിടങ്ങളിലുള്ള ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ചും ബാബുവും അതോടൊപ്പം തന്നെ ബാബുവിൻ്റെ ബിനാമികളായിട്ടുള്ള മോഹനനും ബാബുറാമും പലപ്പോഴും ആവർത്തിച്ചത് കെ ബാബുവുമായി തങ്ങൾക്ക് വ്യക്തിബന്ധമില്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലുള്ള ബന്ധം മാത്രമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരിചയക്കാർ മാത്രമാണ് എന്നാണ് ബാബുവും ഇതിനോട് പ്രതികരിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ബാബുവിൻ്റെ ബിനാമികളാണ് എന്ന് വിജിലൻസ് ആണയിട്ട് പറയുന്നു ബാബുറാം മോഹനനും. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും വിജിലൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തമായ രേഖകളും അതോടെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും വിജിലൻസിന് ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബാബുവിൻ്റെയും ബാബുവിൻ്റെ ബിനാമികളുടെയും ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളും പുരോഗമിച്ചു വരികയാണ്. അതിനകത്ത് ഈ ബിനാമികളിലേക്ക് വലിയ രീതിയിലുള്ള പണം ഒഴുകിയിട്ടുണ്ട് ബാബുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എന്നാണ് വിജിലൻസ് അത്തരത്തിലുള്ള സംശയങ്ങളാണുള്ളത്. അത് സ്ഥിരീകരിക്കാനുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും പരിശോധനകളും തുടരുന്നു. എന്തായാലും ഇതിൻ്റെ ഭാഗം എന്നോണം തന്നെയാണ് കെ ബാബുവിൻ്റെ പി എ ആയിട്ടുള്ള നന്ദകുമാറിനെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നത്. 9:30 ആരംഭിച്ച ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സുരരാജ്. ശരി, സമീർ വാഴങ്കോടാണ് വിവരങ്ങൾ പങ്കുവച്ചത്.